നാഷണൽ കോൺഫറൻസ് എന്ന പേരിൽ ഇടത് യൂണിയൻ കോട്ടയം MG സർവകലാശാലയിൽ സംഘടിപ്പിക്കുന്നത് രാജ്യവിരുദ്ധ പരിപാടിയെന്ന ആരോപണം. തീവ്ര ഇടത് പ്രഭാഷകരെ മാത്രം ഉൾപ്പെടുത്തിയാണ് പരിപാടി. 2024 സംഘടിപ്പിച്ച നാഷണൽ കോൺഫറൻസും രാജ്യവിരുദ്ധമായിരുന്നുവെന്നും ആരോപണമുണ്ട്. മുൻ വർഷങ്ങളിൽ ഇടതു സംഘടനകൾ സർവകലാശാലയ്ക്കുള്ളിൽ സംഘടിപ്പിച്ച പരിപാടികളുടെ പോസ്റ്ററുകളും ബാനറുകളുമാണ് ഈ കാണുന്നത്. ചിത്രങ്ങളിലെല്ലാം ഉള്ളത് അപര രാഷ്ട്രീയ വിദ്വേഷവും രാജ്യവിരുദ്ധതയും. 2024 നാഷണൽ കോൺഫറൻസ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയും രാജ്യവിരുദ്ധമായിരുന്നു എന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. 24 ഇത് 2 വർഷം മുമ്പ് നാഷണൽ കോൺഫറൻസ് എന്ന പേരിൽ ഇതേപോലെ തന്നെ SFI നടത്തിയ ഒരു പരിപാടിയുടെ പോസ്റ്ററിൽ രാജ്യത്തെ രണ്ടായി വെട്ടിമുറിക്കുന്ന ഒരു ചിത്രമായിരുന്നു പ്രത്യക്ഷപ്പെട്ടത്. അത് വലിയ വിവാദങ്ങൾക്കൊക്കെ ഇടയാക്കിയതാണ്. ഇത്തവണയും നാഷണൽ കോൺഫറൻസിൽ അതിഥികളായി ക്ഷണിച്ചിരിക്കുന്നത് മുഴുവൻ തീവ്ര ഇടത് ചിന്തകരെ മാത്രം. രാജ്യവിരുദ്ധ താല്പര്യങ്ങൾ ചർച്ചയാകുമെന്ന സൂചന നൽകി പോസ്റ്ററുകളും ബാനറുകളും പുറത്തിറക്കി. CJP പ്രക്ഷോഭത്തിനുള്ളിലെ ദേശവിരുദ്ധത കൂടി ചർച്ചയാകുന്ന കാലഘട്ടത്തിൽ ഒരു സംവാദമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. നേരെ മറിച്ച് ഒരു പാറ്റ ചിത്രവും ഈ പോലീസിൻ്റെ വാഹനത്തെ തടഞ്ഞു കൊണ്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രവും ഒക്കെ ആയിക്കൊണ്ട് അനാവശ്യമായ രാഷ്ട്രീയ വിവാദങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇവർ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടു. സർവകലാശാല ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പരിപാടിയിൽ യാതൊരു രാഷ്ട്രീയവും അനുവദിക്കില്ല എന്ന ചട്ടം ഇടത് യൂണിയൻ ലംഘിച്ചതോടെ പരിപാടി നടത്തിപ്പിന് മുൻകൂർ അനുവദിച്ച 2,80,000 രൂപ തിരികെ നൽകണമെന്ന് കാട്ടി യൂണിയൻ ഭാരവാഹികൾക്ക് രജിസ്ട്രാർ കത്ത് നൽകിയിരുന്നു. പരിപാടിയിൽ യാതൊരു രാഷ്ട്രീയവും ഇല്ല എന്നാണ് ഇതിന് യൂണിയൻ നൽകിയിരിക്കുന്ന മറുപടി. പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രഭാഷകരുടെ വിശദാംശങ്ങൾ നൽകാനും വൈസ് ചാൻസലർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രഭാഷകരുടെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി പരിഗണിച്ചാകും ഇടത് യൂണിയന്റെ നാഷണൽ കോൺഫറൻസിന്റെ നടത്തിപ്പ് തീരുമാനിക്കപ്പെടുക. ജനം, കോട്ടയം.